I feel like I'm losing my mind. Is everybody in the world blind? ബി2 ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഒരാഴ്ചക്ക് ശേഷം വീണ്ടും ഞങ്ങൾ വന്നിരിക്കുകയാണ്. എല്ലാരും വിചാരിക്കുന്നുണ്ട് ഈ ആഴ്ച ഇവരെന്തിനാ ഇങ്ങനെ വരുന്നത്, ഇവർക്ക് എന്നും വന്നൂടെ എന്നൊക്കെ അല്ലേ. സമയം കിട്ടാറില്ല. എന്നാൽ ഈ ഒരാഴ്ച ഞങ്ങൾക്ക് അവധിയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ബക്രീദിന്റെ അവധി തുടങ്ങിയതാണ്. ഇന്നും കൊണ്ട് തീരുകയാണ്. നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. ഇനിയിപ്പോ ഇതുപോലൊരു അവധി വരണമെങ്കിൽ അടുത്ത വർഷം പെരുന്നാൾ വരണം, എന്നാലേ ഉള്ളൂ ഇതുപോലൊരു അവധി കിട്ടുന്നത്. എന്തായാലും പറയാൻ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞിട്ടേ സ്കൂളിൽ പോകുന്ന സ്കൂൾ അടച്ചു കഴിഞ്ഞ് തുറക്കുമ്പോ സ്കൂളിൽ പോകുന്ന ഒരു ഫീല് നമുക്കൊരു ചെറിയ മടി വരുന്നുണ്ട്. എന്നാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എല്ലാരും അവധി സമയമൊക്കെ എന്തോ ചെയ്തെന്ന് വിചാരിക്കും. അവധി സമയം ഞങ്ങള് കുറച്ച് പുറത്തൊക്കെ പോയി. പിന്നെ ചൂടായതുകൊണ്ട് കൂടുതൽ പകൽ സമയത്തൊക്കെ വീട്ടിൽ തന്നെ ആയിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ പാർക്കിൽ പോയി. പിന്നെ ഇവിടെ ഒയാസിസിൽ പോയി. ഒയാസിസ് എന്ന് പറഞ്ഞാൽ സാറ ഒയാസിസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയി. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ മസ്കറ്റിലാണ്, നമ്മൾ ബുറൈമിലാണ്, നമ്മൾ അലൈൻ്റെ ബോർഡർ ആണല്ലോ. അപ്പൊ അവരവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും അവധിയാണല്ലോ. അപ്പൊ അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ കാണാൻ പോയി. അവിടുത്തെ വീട്ടിലെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ പങ്കെടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോയി, ദിവസങ്ങൾ പോയി. ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഇനിയിപ്പോ ഒരു അവധി വരണമെന്നുണ്ടെങ്കിൽ അടുത്ത പെരുന്നാളാവണം. അപ്പൊ നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടി പഴയ പോലെ തുടങ്ങുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, 50 ഡിഗ്രി ചൂടൊക്കെയാണ്. അതുപോലത്തെ ചൂടാണ്. നമുക്കൊന്ന് അതിനിടയ്ക്ക് ഞങ്ങളുടെ AC കംപ്ലൈന്റ് ആയി, ഒന്ന് ശരിയാക്കിയതായിരുന്നു. വീണ്ടും കംപ്ലൈന്റ് ആയി. പിന്നെ അത് വീണ്ടും ശരിയാക്കി. ഞങ്ങൾ ആകെ പേടിച്ചു പോയി. കാരണം നമുക്ക് ചൂടത്ത് ഒരു മിനിറ്റ് പോലും ഇത് ഇടാതിരിക്കാൻ പറ്റില്ല. അവധി ദിവസം കൂടെ അല്ലേ നമ്മള് വീട്ടിലിരിക്കുവാണെങ്കിൽ തീർന്നു, എങ്ങോട്ട് പോകും. എന്തായാലും ശരിയാക്കി കിട്ടി. പിന്നെന്ന് പറഞ്ഞാല് ഇറച്ചിയൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ കിട്ടി കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാ കിട്ടിയത്. പിന്നെ നമ്മള് ഇതല്ലേ എല്ലാ മുസ്ലിംസും അവര് ആർക്കും ഈ ആടിനെയൊക്കെ ഇറക്കും. അപ്പോഴ് ചില ആൾക്കാർക്ക് കൊടുക്കും, ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കും. ഗിഫ്റ്റ് അല്ല, അവർ ആ ഒരു സന്തോഷം കൊടുക്കുമല്ലോ. അങ്ങനെ നമുക്കും കിട്ടി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് കറിയൊക്കെ വെച്ച് കഴിച്ചു. പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നത് ചൂടത്ത് തന്നെയല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളായിരുന്നു. ഇനിയിപ്പൊ നാളെ മുതൽ വീണ്ടും പെരുവയിലത്ത് നടക്കുകയാണ്. ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു സന്തോഷം. നാളെ മുതൽ കുറെ ആഴ്ചകൾ, ഒരാഴ്ചക്ക് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. നമ്മൾ എന്തോ ആയി, അവിടെ എങ്ങനെ കിടക്കുന്നു എന്തെല്ലാം അഡ്ജസ്റ്റ് ആയി വരാൻ പാടിരിക്കും. എന്ന് വെച്ചാൽ നമ്മള് അവധി ആയതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന ഭയങ്കരമായിട്ട് ഉറങ്ങും കേട്ടോ. ഞങ്ങള് രാത്രിയില് ലേറ്റ് ആയിട്ടാ കിടന്നുറങ്ങുന്നത്. കുറെ മൂവിയൊക്കെ കണ്ട് പിന്നെ കുറെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേക്കുന്നത് 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേ എഴുന്നേക്കുന്നത്. നാളെ ഡ്യൂട്ടിക്കുള്ള സമയമാകുമ്പോ എന്താവും? നാളെ മുതല് ഡ്യൂട്ടിക്ക് വരുന്ന എല്ലാരും ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇടയ്ക്കൊരു മഴക്കോളൊക്കെ വന്നായിരുന്നു, നല്ലൊരു മഴക്കോളം, കാർമേഘമൊക്കെ കണ്ടു. ഞാൻ ദൈവമേ മഴ പെയ്യുന്നു നോക്കി എന്ന മഴക്കോളം, കാറ്റിങ്ങോട്ട് വന്ന് മഴയക്കോളം കൊണ്ടുപോയി. പിന്നെ ചൂട് ഭയങ്കരമായിട്ടങ്ങ് കൂടി. ഇപ്പൊ ഒരുപാടടുത്ത് 50 ഡിഗ്രി, എവിടാണ്ടൊക്കെ 50 ഡിഗ്രി ചൂടൊക്കെയാണ് ഇവിടെ. പക്ഷെ അത്രയും ആയിട്ടില്ലെന്ന് തോന്നുന്നു. 47 കുറച്ച് വെള്ളം എടുത്ത് പുറത്ത് വെച്ചാൽ അത് ഇരുന്നിരുന്ന് തിളയ്ക്കുന്നതാണ്. നാട്ടിലെ ഇടയ്ക്ക് നല്ല ചൂടൊക്കെ ആയിരുന്നു. ഇപ്പൊ എന്തായാലും മാറി, മഴയൊക്കെ ആയി. മഴ പെയ്താലും പെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ തണുപ്പ്. അത് കഴിഞ്ഞാൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങളിനി ആഹാരമൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ച്, ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. 2-3 വീഡിയോസ് ഒക്കെ എടുത്ത്. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ ഒരുപാട് പേര് കാണുന്നുണ്ട്. നിങ്ങൾ കമന്റ്സ് ഒന്നും അറിയിക്കുന്നില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എവിടെയാന്ന്. കുറച്ച് പേർക്കൊക്കെ അറിയാം, ഞങ്ങൾ ഒമാനിലാണ് ഉള്ളത്. ഒമാനിലെ അൽബുറൈമി എന്ന് പറയുന്ന സ്ഥലത്താണ്, അലൈൻ്റെ ബോർഡറാണ്. നമുക്ക് ഇവിടെ നിന്നാ കാണാം കേട്ടോ. അലൈന് അപ്പുറം ഇപ്പുറം കാണാൻ പറ്റും. വലിയൊരു കമ്പി പോലത്തെ ഒരു ഭയങ്കര ഒരു ഇത്തേക്ക്. എന്നിട്ട് അതിനപ്പുറം അലൈന് ഇപ്പുറം ബുറൈമി നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബോർഡർ ഭാഗത്തായിട്ട്. അതുകൊണ്ട് അവിടെ മഴ പെയ്താലും നമുക്ക് മഴ, അവിടെ എല്ലാവരും പറഞ്ഞിട്ട് കൃത്രിമമായിട്ട് മഴ പെയ്യിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ പെയ്യുന്ന മഴയുടെ ഒരു ചെറുത് നമുക്ക് കിട്ടാറുണ്ട്. ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്ന് കിട്ടിയത് പിന്നെ വലിയ മഴയായിപ്പോയി, ഭയങ്കര മഴയായിപ്പോയി. അന്ന് ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയിൽ മാറാനൊക്കെ തുടങ്ങി. ഇവിടെ ഉള്ളവരെ കുറെ ആളുകൾ വന്നിട്ട് പറയണേ,
നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ, വലിയ വാദിയൊക്കെ വരുന്നുണ്ട്, ഇവിടുന്ന് സേഫ് അല്ല, എല്ലാരും മാറിപ്പിക്കോ എന്നൊക്കെ പറഞ്ഞു. കുറെ പേര് വീട് മാറി. നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് വെള്ളം കയറിയില്ല. നമ്മുടെ വീടിന്റെ നേർക്ക് മതില, അതുകൊണ്ട് വീടിന്റെ അകത്തോട്ട് ഫോഴ്സിന് വെള്ളം കയറത്തില്ല. അങ്ങനെ ഒഴുകി നമ്മുടെ മതിലിന് അപ്പുറത്തോട്ട് ഒഴുക്ക് താഴോട്ടാ, അങ്ങനെ ഒഴുകി അങ്ങ് നേരെ താഴോട്ട് അങ്ങ് പോയതേ ഉള്ളൂ. പക്ഷേ ചില വീട് വെള്ളം കയറി വെച്ചാൽ വീടിന്റെ നേർക്ക് പിന്നെ ഗേറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഡയറക്റ്റ് വെള്ളം അവിടുന്ന് ഫോഴ്സിന് വന്നിട്ട് അകത്തോട്ട് കയറി. അങ്ങനെ അപ്പുറത്തേക്കുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി. ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കുറച്ചു പേരുടെ വീട്ടില് മാത്രമേ ഉള്ളൂ വെള്ളമൊന്നും കയറാതിരുന്നു. വെള്ളമല്ല, ചെളിയുണ്ട്, ഒരുപാട് ചെളിയായിരുന്നു. വെള്ളം മാത്രമല്ല, ചെളിയും എല്ലാം കൂടെ. അത് മാത്രമല്ല, അതിനകത്തൂടെ ഒക്കെ എന്തൊക്കെയാ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എവിടെ നിന്നൊക്കെ ഒലിച്ചു വരുന്ന വെള്ളമാണ്. ഞങ്ങളൊക്കെ കട്ടിന്റെ മുകളിൽ തന്നെ ആയിരുന്നു. വെള്ളം കട്ടിന്റെ മുകളിൽ വരെ വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, അതിന്റെ മുകളിൽ ചേറിട്ട് നമുക്ക് ഇരിക്കുന്ന പ്ലാനിലൊക്കെ ഞങ്ങൾ ഇരുന്നത്. ഞങ്ങളുടെ പെരക്കകത്ത് പോലും വെള്ളം കയറിയില്ല കേട്ടോ. ഭാഗ്യം, പെരക്കകത്തിലെ മുറ്റത്ത് പോലും വെള്ളം വന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മതിലായിരുന്നു ഞങ്ങളുടെ ഒരു വില. മതിൽ പോയിരുന്നെങ്കിൽ വെള്ളം ഉറപ്പായിട്ട് അകത്ത് കയറിയേ. അതിന് കുറച്ച് അപ്പുറത്തൊക്കെ മതിലൊക്കെ ഇടിഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ ബാക്ക് സൈഡിലൊക്കെ കുറെ സ്ഥലങ്ങളിലെ മതിലൊക്കെ ഇടിഞ്ഞ് വെള്ളമൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ പുറകു സൈഡിൽ കൂടെ ഒക്കെ ശരിക്കും കുത്തി ഒലിച്ച് വെള്ളം പോവായിരുന്നു. നമ്മൾ അറിയുന്നില്ല. നമ്മള് ഫ്രണ്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് വെള്ളം വരുന്നത് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. പിറകിലോട്ട് വെള്ളം പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു റൗണ്ട് അടിച്ചു ഇപ്പൊ ഞങ്ങളുടെ ഈ വീടിന്റെ ഭിത്തിയുടെ ഭാഗം മറ്റേ ഇതാ എന്തോ ഫുട്ബോൾ സ്റ്റേഡിയം കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം. അവിടെ നിന്നെല്ലാം വെള്ളം വന്നിട്ട് ഞങ്ങളുടെ നാട് ഈ ഒരു ഒപ്പത്തിന് വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിൽ. പക്ഷെ ഞങ്ങൾ അതൊന്നും കണ്ടില്ല. ആ മഴയൊക്കെ കഴിഞ്ഞു ഈ വെള്ളം ഇങ്ങനെ വന്ന് നിന്നതിന്റെ ഒരു വര പോലെ കാണുമല്ലോ. അത് കണ്ടപ്പോഴാ പറഞ്ഞത്. ഞങ്ങൾ നിന്ന് നോക്കിയാൽ വായിച്ച ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. ആ വെള്ളമല്ല അവിടെ ശ്രദ്ധിക്കുന്നത്. അവിടെ മുറ്റത്തോട് ഒഴുകി പോകുന്ന കൊച്ചു വെള്ളം നോക്കിക്കൊണ്ടിരിക്കുക. വെള്ളം ഇല്ല, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ മഴക്കാലം അങ്ങനെ പോയി. പക്ഷെ ആ സമയത്ത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചൂട് തുടങ്ങാനായിട്ട് കുറെ ലേറ്റ് ആയിട്ടാ ചൂട് തുടങ്ങി. നല്ല ചൂടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. പൊള്ളുന്ന കണക്ക് ചൂടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുള്ള ദൂരമാണ് ഉള്ളത്. കുറച്ചേ ഉള്ളൂ. നമുക്ക് ടാക്സി വിളിച്ചു പോകാനുള്ള ദൂരം ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ നടന്നു പോകാൻ ഇത്തിരി ദൂരമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇത്തിരി സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങൾ നടന്നു പോകുമ്പോൾ എന്തോ ചിന്തയും വെള്ളമൊക്കെ എടുത്തിങ്ങനെ മുഖമൊക്കെ കഴുകി ഇങ്ങനെ ഞങ്ങൾ നടന്നു വന്നേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊണ്ട് എന്നിട്ട് ആ മുഖമൊക്കെ തുടച്ച് ഞങ്ങൾ അങ്ങ് ചെല്ലുന്നത്. നമ്മളിപ്പോ ഒരു ടാക്സി വിളിക്കുവാണെങ്കിൽ മിനിമം ഇവിടെ ഒരു ടാക്സിക്ക് $1 കൊടുക്കണം ഒരു സൈഡ് പോകുന്നതിന്. ശരിക്കും പറഞ്ഞാൽ 300 പൈസയുടെ ഓട്ടം പോലും ഇല്ല ഇവിടുന്ന് ഞങ്ങൾക്ക് അവിടെ വരെ പോകുന്നതിന്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തിനു വെറുതെ ടാക്സി കൂലി കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ ഞങ്ങള് നടന്നങ്ങ് പോകും. ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ രാവിലെ വൈകിട്ടും വർത്താനം പറഞ്ഞ് ഇങ്ങനെ നടന്നു. പക്ഷെ നമ്മുടെ ആ പഴയ വഴിയൊക്കെ പോയി കേട്ടോ. പഴയ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, ഒരു നടന്നൊരു നല്ലൊരു വഴി പോലെ റോഡ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോയി. കാരണം വെള്ളവും എല്ലാം കൂടെ കുത്തി ഒലിച്ച് വന്ന് ഇപ്പൊ ഒരുമാതിരി പൊടിമണ്ണെല്ലാം കൂടെ ഇങ്ങനെ കിടക്കുക. നമ്മൾ അതിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ കാല പൊടിമണ്ണിനകത്ത് താന്നു. അതുപോലെ പൊടിമണ്ണായി. ഇപ്പൊ ഞങ്ങൾ കുറച്ചുകൂടെ പോകുന്നത്. പിന്നെ ഇപ്പൊ പറയുന്നിട്ട് ഇഴജന്തുക്കളൊക്കെ ശരിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചൂടായതുകൊണ്ട് തണുപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിസ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സൂക്ഷിക്കാൻ ഞാനിതുവരെ ഞാൻ ഒരു പ്രാവശ്യം കണ്ട്. പക്ഷെ ഞാൻ ഇച്ചാനോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ടോയ്ലറ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു സൈഡ് ഇങ്ങനെ പോകുമ്പോ അവിടെ ലൈറ്റ് ഇല്ല. അപ്പൊ എനിക്ക് എന്തോ അങ്ങനെ എഴുതുന്നുള്ള തോന്നി. ഞാൻ ഒന്നുകൂടെ ഇപ്പൊ ഒറ്റ ഫാസ്റ്റിന് ഞാൻ നല്ലപോലെ കണ്ടു. നമ്മുടെ നീർക്കോലിയുടെ അത്രയുള്ളൊരു പാമ്പ് ഞാൻ കണ്ടിട്ട് ഞാൻ അതിലേക്കൂടെ പോകുന്ന തൊട്ട് അപ്പുറത്തെ കടക്കാരുണ്ട്. ഞാൻ അവരോടും പറഞ്ഞു, നമ്മൾ ആ കല്ലിനിടയ്ക്ക് ഒരു പാമ്പ് കയറിയിട്ടുണ്ട്, സ്നേക്ക് കയറിയിട്ടുണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്ത്. ആദ്യം അവർക്ക് മനസ്സിലല്ല, ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവര് ഹിന്ദിക്കാരെ, എനിക്ക് അതേ പണ്ടാ ഹിന്ദി അറിയത്തില്ല. ഇത് അവിടെ ഉണ്ട്. പിന്നെ കല്ലൊക്കെ മാറ്റി നോക്കി കേട്ടോ. ഒന്നിനും കണ്ടില്ല. പക്ഷെ അത് എനിക്കൊന്ന് പോയിട്ടില്ല കണ്ടു. ഞാൻ കണ്ട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് നീ മാത്രമേ ഉള്ളൂ പാമ്പിനെ കണ്ടത്, നീ മാത്രം. ഞാൻ പറഞ്ഞു ചിലപ്പോ ഗീവർഗീസ് അകത എങ്ങനെ ഓർമ്മപ്പെടുത്തിയതായിരിക്കും, വല്ല നേർച്ച അങ്ങനെ കൊടുക്കണം. എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു വിശ്വാസം, നമുക്ക് ഗീവർഗീസ് അകത നമ്മള് നേർച്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗീവർഗീസ് അകതയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ പാമ്പിനെ കാണിക്കും. അപ്പൊ നമുക്ക് ഓർമ്മ വരും. പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടാ ചെയ്യാതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തായാലും വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കത്തിച്ചെന്ന് തോന്നുന്നു.
ഒരു മെഴുകുതിരി ഒരു കൂട് മെഴുകുതിരി. അപ്പോഴും ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ഇപ്പൊ നാളെ മുതൽ വീണ്ടും ഡ്യൂട്ടി തുടങ്ങിയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. ഷോർട്സ് വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പറ്റുന്നില്ല, അതല്ല നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മൾ നടന്ന് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ തളർന്നു പോകുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്. വന്ന ഉടനെ ഒരു വെള്ളം ഫുള്ള് കുടിച്ച് തീർക്കും. അത്ര ചൂടെന്ന് വെച്ചാൽ അത്ര ചൂടാ. ചൂട് മാറി തണുപ്പ് തുടങ്ങി അങ്ങേ അറ്റത്ത് തണുപ്പ്. അതല്ലേ ചൂടാണെങ്കിൽ അതിനെക്കാട്ടിലും ചൂട്. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ്സ് അറിയിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.